മന്ദലാംകുന്നിലെ ആനകൾക്കിനി 1.5 മാസക്കാലം ഊണുറക്കത്തിന്റെയും സുഖചികിത്സയുടെയും കാലമാണ്. ഔഷധച്ചോറും ലേഹ്യങ്ങളും ഈന്തപ്പഴവും വിറ്റാമിൻ സപ്ലിമെന്റുകളും ചേർത്തുള്ള ഊട്ട്, ഔഷധ ഇലകളും പൊടികളും ചേർത്ത തണുത്ത വെള്ളത്തിൽ 3 നേരവും നീരാട്ട് തുടങ്ങിയവയാണ് സുഖചികിത്സയിലുള്ളത്. ദഹനത്തിനായി പച്ചമരുന്നുകൾ അരച്ചു ചേർത്ത പ്രത്യേക മിശ്രിതവും നൽകുന്നു. മിഥുനം പകുതി മുതൽ കർക്കിടക മാസം അവസാനം വരെ നീളുന്ന പെരുമഴക്കാലത്താണ് 1 വർഷത്തെ തിരക്കിട്ട ഷെഡ്യൂൾ പൂർത്തിയാക്കി കൊമ്പന്മാർ സുഖചികിത്സയ്ക്കായി കയറുക. ആനപ്രേമികളുടെ ഹരമായ കർണൻ, അയ്യപ്പൻ, ഗണപതി, വിജയൻ, ഗുരുവായൂരപ്പൻ, കേശവൻ തുടങ്ങി 14 കൊമ്പന്മാരാണ് മന്ദലാംകുന്നിലെ ആനത്തറവാട്ടിലുള്ളത്. രാവിലെ ഒരു കഞ്ഞി കൊടുക്കും, കഴിഞ്ഞെടുത്തുമ്പോൾ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കും. സുഖമായിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ ആനകൾക്കും ഓരോ തരത്തിലുള്ള മരുന്ന് കൊടുക്കും. ചില ആനകൾക്കും ചെറുപയറും ചോറും, ചിലർക്ക് അവിലും ചോറും, ചിലർക്ക് അവിലും ഈത്തപ്പഴം, അങ്ങനെ പല വിധത്തിലുള്ള ഇതാണ്. ചിലർക്ക് ഷാർക്കാസ്ട്രോള്, ഫെറഡോള്, അങ്ങനെ ഓരോ ഇംഗ്ലീഷ് മരുന്ന് രണ്ടുമുണ്ട്. കേരളത്തിലെ തലയെടുപ്പുള്ള കൊമ്പന്മാരിൽ ആദ്യ സ്ഥാനത്തുള്ള മന്ദലാംകുന്ന് കർണൻ നീരിലായതിനാൽ സുഖചികിത്സയൊന്നും ഗൌനിക്കാതെയുള്ള നിൽപ്പാണ്. 14 കൊമ്പന്മാർക്കൊപ്പം ഇവരുടെ പാപ്പാന്മാരും സദാ കൂടെയുണ്ട്. അടുത്ത സീസണിലെ പൂരപ്പറമ്പുകളിൽ ആനച്ചന്തം വിരിയിക്കാൻ അണിയറയിൽ സുഖചികിത്സ നടത്തുന്ന കൊമ്പന്മാരെ കാണാൻ ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളെത്തുന്നുണ്ട്. പൂരപ്പറമ്പുകളിൽ ആളൊഴിഞ്ഞാൽ മംഗലാംകുന്നിലെ ആനകൾക്ക് സുഖചികിത്സയുടെ നാളുകൾ തുടങ്ങുകയായി. ആദ്യം നിറച്ചൂണ്, പിന്നെ ചവനപ്രാശങ്ങളും ലേഹ്യങ്ങളും. ഇനിയൊരു 1.5 മാസം കൊമ്പന്മാരുടെ ദിനചര്യയിൽ ഇതുമാത്രം. മംഗലാംകുന്നിൽ നിന്നും ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ബിനീഷ് അരവിന്ദൻ, ഇന്ത്യ വിഷൻ.